ഇപ്പൊ നമ്മള് വിദേശ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു ടോപ്പിക് കൂടിയായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഇപ്പോ 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിദേശത്ത് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കം കുറഞ്ഞ പേരായിരിക്കും. കാരണം അന്നൊന്നും അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കൂടുതൽ അവൈലബിലിറ്റി വരുന്നുണ്ട്. കാരണം കൂടുതൽ കൺട്രീസുകൾ വരുന്നുണ്ട്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ അതിനെ പറ്റി എന്താണ് സാറിന് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ്. ശരിക്കും പറഞ്ഞാൽ ആദ്യകാലം തൊട്ടേ ഇപ്പൊ ഒരു 10-35 കൊല്ലം 40 കൊല്ലം പഴക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് പേർഷ്യ എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ കാണുന്ന അറബിക് കൺട്രീസിനൊക്കെ കൂടെ പറഞ്ഞത് പേർഷ്യ എന്ന് പറയും. അന്നത്തെ പേർഷ്യ എവിടെയാന്ന് ആരും ഇപ്പൊ കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ അന്ന് ആരും ചോദിക്കില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. നമ്മൾ 40 കൊല്ലം മുന്നേ മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ്, കാരണം ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ഒരു ബെറ്റർ കരിയർ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും ചൂസ് ചെയ്തിരുന്ന ഒരു കൺട്രിയാണ് പേർഷ്യ. പിന്നീട് അത് UAE അതേപോലെ ബാക്കി കൺട്രികളായി സ്പെഷ്യലൈസേഷനായി അതിലേക്ക് പോയി തുടങ്ങി. ആ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ചെന്നാൽ സർവൈവ് ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി. ദാറ്റ് മീൻസ് നമുക്ക് കോമ്പറ്റീഷൻ വന്നു. പണ്ടെന്ന് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് UAE പോയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഒരു മലയാളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. ഇപ്പൊ UAE നല്ല കോമ്പറ്റീഷൻ വന്നു, സാലറി വേജ് ആണെങ്കിൽ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഒബിയസ്ലി മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അത് എപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, ഒരു വ്യക്തിയായിട്ടാണെങ്കിലും ശരി, ഒരു സമൂഹമായിട്ടാണെങ്കിലും ശരി, മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ് അതാണ് ഇന്നും മനുഷ്യവംശത്തിനെ ഇത്രയും ഡെവലപ്മെന്റിലേക്ക് കൂടുന്നതിന്റെ കാര്യം. നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അടുത്തൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊണ്ടുവരാം. അത് ഇപ്പുറത്തേക്ക് വരുന്ന ടോപ്പിക്കിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽസ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടു. നിലവിലുള്ള ഫ്യൂവൽസിനെ കൊണ്ട് പൊല്യൂഷൻ കൂടിയപ്പോൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടു. ഇതേപോലെ തന്നെ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സൊല്യൂഷൻസ് കാണും. അതിന് അതിൻ്റെതായ ഡ്രോബാക്സും ബെനിഫിറ്റ്സും ഉണ്ട്. ഒരു കോയിന് രണ്ട് വശമുണ്ട്. ഇപ്പൊ സ്റ്റഡി ഓവർസീസിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പൊ രഞ്ജിത പറഞ്ഞ പോലെ തന്നെ ആദ്യം വെസ്റ്റ് ട്രെൻഡിങ് കൺട്രീസ്, കുറച്ച് പ്രൈം കൺട്രീസ് ലൈക്ക് UK, കാനഡ, ഓസ്ട്രേലിയ, USA അങ്ങനെ കുറച്ച് കൺട്രീസ് ആയിരുന്നു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പെർസെൻറ്റേജ് ഇപ്പൊ പോകുന്നതിനെ അപേക്ഷിച്ച് ഒരു 10-20 കൊല്ലം മുന്നേ പോയിരുന്നവരുടെ ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആ പോയവരൊന്നും വലിയ കോമ്പറ്റീഷൻ നേരിട്ടിട്ടില്ല. കാരണം അന്ന് കോമ്പറ്റീഷൻ ഇല്ല. അവിടെ വിദേശികളുടെ എണ്ണം വളരെ കുറവാണ്. എസ്പെഷ്യലി സ്റ്റുഡന്റ് മൈഗ്രേഷൻ വളരെ കുറവാണ്. പോയിരുന്ന ശതമാനത്തിൽ നിന്ന് ഇന്ന് മാറി വലിയൊരു വ്യത്യാസത്തിലേക്ക് വന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് ജോലി ചെയ്ത് ചിലപ്പോൾ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്ത് ഒരു കാനഡ മൈഗ്രേഷന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ UK മാസ്റ്റേഴ്സിന് ശ്രമിക്കുകയോ ചെയ്യും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതല്ല. എൻറ്റയർ സ്റ്റഡി ഓവർസീസ് കോൺസെപ്റ്റ് തന്നെ മാറി. നമ്മുടെ നാട്ടിൽ ജോലി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ അല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ ഇരു സർക്കാരുകൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ ഇതിന് ഓരോരോ സൊല്യൂഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അത് ഫീസിബിളായി എത്തുന്നില്ല. എല്ലാവർക്കും അത് പ്രാക്ടിക്കൽ ചെയ്യും. നമ്മുടെ പോപ്പുലേഷൻ അത്രയും കൂടുതലാണ്. ദർ ആർ മെനി ലിമിറ്റേഷൻസ്. അപ്പൊ ഈ പറഞ്ഞ കൺട്രികളിലൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ അക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ചോയ്സ് കുറവാണ്. അപ്പം നമുക്ക് അതിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഭയങ്കര സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ അത് മാറി. ഇപ്പൊ നമുക്ക് ചോയ്സസ് കൂടി. ഈ അവൈലബിലിറ്റി കൂടുന്തോറും അതിനകത്ത് റിസ്ക് എലമെന്റ്സ് കൂടുതലാണ്. ഇപ്പോ UK, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള കൺട്രികൾ ഫീസബിൾ അല്ല. പക്ഷെ നമുക്ക് ഓവർസീസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പീരിയൻസിലേക്ക് കൂടെ നിൽക്കുന്നില്ല. ഒരു +2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം എടുത്തു പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് കൺട്രിയിലേക്ക് പോകുമ്പോൾ ആ കൺട്രി എത്ര കാലമായിട്ട് സ്റ്റഡി ഓവർസീസിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലമായ ഒരു കൺട്രി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഫ്യൂവൽ കണ്ടന്റ് തീർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു കൺട്രിയുടെ റിസോഴ്സസ് തീരുന്നു പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ആൾക്കാർ വന്നാൽ ജോലി കൊടുക്കാൻ തക്കവണ്ണമുള്ള പോപ്പുലേഷൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇല്ല. അപ്പോ ഇന്നർ ലണ്ടനിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടില്ല അത്രയും പിൻ ഡ്രോപ്പ് സൈലൻസ്. അത്രയും പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അതേപോലെ തന്നെ ഷോപ്സും നമ്മുടെ ഇവിടുത്തെ പോലെ കൺജസ്റ്റഡ് അല്ല, പോപ്പുലേഷൻ കുറവാണ്. അപ്പൊ നമ്മൾ ഒരു പരിധി കൂടുതൽ ആൾക്കാർ കയറി പോകുമ്പോൾ ഏതൊരു നാട്ടിൽ ചെന്നാലും നമുക്ക് മാറ്റർ ഓഫ് എക്സിസ്റ്റൻസിന് വെല്ലുവിളി വരും. അതുകൊണ്ടും പിന്നെ ഫിനാൻഷ്യലി അഫോർഡബിൾ അല്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ കൺട്രികളിലേക്ക് പോകുന്നത്.
ഈ പോകുന്ന കൺട്രിയുടെ പോപ്പുലേഷൻ, അവിടുത്തെ ജോബ് സ്കെയിൽ, ഈ അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവിടുത്തെ പോപ്പുലേഷൻ, സ്കോപ്പ് ഓഫ് ജോബ് പറ്റുമെങ്കിൽ നല്ലൊരു ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന കാൻഡിഡേറ്റ് എടുക്കുന്ന ഡിസിഷനാണ്. ഒരു കൗൺസിലർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, കുറെ ഓപ്ഷൻസ് തരാൻ പറ്റുന്നല്ലാതെ ഒരു എന്താ പറയുന്നത് അൾട്ടിമേറ്റ് തിങ് യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ജോബ് ഓവർസീസ്, സ്റ്റഡി വിത്ത് ജോബ്, പാർട്ട് ടൈം ജോബ്, അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഒരു കൺട്രി ചൂസ് ചെയ്യാൻ പാടില്ല. അത് എത്ര അഫോർഡബിൾ ആണെങ്കിലും നമുക്ക് പാർട്ട് ടൈം ജോബ് ഇല്ലാതെ ഒരു കൺട്രിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറഞ്ഞത് ഒരു 30,000 രൂപ ടു 40,000 രൂപ നമുക്ക് ഒരു മാസം ചെലവ് വരുമ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാത്ത ഒരു കൺട്രിയിലേക്ക് നമ്മൾ പോയാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ കോസ്റ്റ് കുറഞ്ഞ് ഒരു എന്താ പറയുന്നത്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഭയങ്കര വിലക്കുറവിന് ഒരു കാർ മേടിച്ചു, പക്ഷെ അത് ഒരു 100 കിലോമീറ്റർ പോകുമ്പോൾ 80ാമത്തെ കിലോമീറ്ററിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അത് പിന്നെ മേടിക്കുന്നേക്കാളും നല്ല മേടിക്കാണ്ടിരിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ വേണം. അല്ലാതെ നമ്മൾ വെറുതെ ചാടി ഒരു ഇൻസ്റ്റാഗ്രാം റീലിലോ യൂട്യൂബിലോ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോവാതെ അതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉള്ള കാലമാണ്. മൊബൈൽ യൂസ് ചെയ്യാൻ ഞാൻ ആർക്കും പഠിപ്പിച്ചു തരുന്ന കാര്യമില്ല. എവ്രി വൺ ഹാവ് ഇറ്റ് ദെയർ ഓൺ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ കാണുന്നതും യൂട്യൂബിൽ കാണുന്നതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഏതൊരു വിദേശ രാജ്യത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വിദേശ രാജ്യത്തും ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. നമ്മൾ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം ഒരു ലോക്കൽ ലാംഗ്വേജ് ജസ്റ്റ് വിസ ക്രൈറ്റീരിയക്ക് മാത്രമായിട്ട് പാസ്സായിട്ട് കാര്യമില്ല. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം. ഞാൻ എക്സാം പാസ്സായ എല്ലാവരെയും ഒരു ഒന്നടങ്കം ഇങ്ങനെ എന്താ പറയാ മോശമാക്കി കാണിക്കുകയല്ല, പക്ഷെ അതൊരു ഫാക്റ്റ് ആണ്. നമുക്ക് ഒരു എക്സാം പാസ്സാവുന്നതും നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ്, ഇപ്പോൾ അതിൽ കേൾക്കുന്നവർ പലരും പല ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയോണ്ടായില്ല നമുക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സ്കിൽ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് അറിയാതെ പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒബ്വിയസ്ലി ചെന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് പോകുന്നതിനേക്കാളും മുന്നേ കൺട്രി അതിന്റെ ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ്, കോമൺലി സ്പീക്കിംഗ് ഇംഗ്ലീഷ് കൺട്രി ആണ്, പ്രശ്നമില്ല. പിന്നെ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പലതുമുണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നമുക്ക് ഇംഗ്ലീഷ് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും നമുക്കൊരു ചലഞ്ച് ഉണ്ട്. പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലാംഗ്വേജ് പ്രോപ്പർ ആയിരിക്കണം. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വരുന്നത് ഇന്ത്യക്കാരല്ല, വിദേശികളാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, മോസ്റ്റ്ലി ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ശരിക്കും സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾക്ക് തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്ക് ഏത് കാൻഡിഡേറ്റ് ആണെങ്കിലും നമ്മൾ ഒരു 1 hour അപ് ടു 1 hour ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് സെൽഫ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ആണ്. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ യൂട്ടിലൈസ് ചെയ്തിപ്പോ പോകുന്ന സ്ഥലത്ത് പാർട്ട് ടൈം ജോബ്. ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ കോഴ്സിന്റെ ആ കൺട്രിയിലുള്ള ഫർദർ സ്കോപ്പ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കഴിയണോടുകൂടെ വേറൊരു കൺട്രിക്ക് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഐദർ അതൊരു പാത്വേ പ്രോഗ്രാം, അല്ലെങ്കിൽ പാത്വേ പ്രോഗ്രാം ആണെങ്കിൽ കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ വേറൊരു കൺട്രിക്ക് പോകും. അതല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ ഒരു ഫുള്ളി എന്താ പറയുന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുന്ന ഒരു കമ്പനിയിലേക്ക് ഇൻഡസ്ട്രിയൽ ലെവൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയാൽ നമുക്ക് അവിടെ എല്ലാം പർച്ചേസ് ആൻഡ് സെയിലാണ്. ആ രാജ്യത്ത് ഒന്നും പ്രൊഡക്ഷൻ ഇല്ല. നമ്മൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് കോഴ്സ് അവിടെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ മെയിൻലി ഇപ്പൊ ട്രെൻഡിങ് അല്ല, എപ്പോഴും അവൈലബിലിറ്റി കൂടിയ കുറച്ച് സ്ട്രീംസ് എന്നാണ്. കുറെ അഡ്മിൻ ജോബ്സ് ഒക്കെ ഓൾറെഡി AI വന്നപ്പോൾ തന്നെ റീപ്ലേസ്ഡ് ആയി തുടങ്ങി. ഒരു 30% റീപ്ലേസ്ഡ് ആയി. വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ബാക്കിയും കൂടെ റീപ്ലേസ്ഡ് ആയി. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് മേഖലകൾ, ഇപ്പൊ ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, അതിലും ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഹെൽത്ത് കെയർ അതെപ്പോഴും സേഫ് പ്രൊഫഷൻ ആണ്, എപ്പോഴും ജോലി സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതെപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ദെൻ ലോജിസ്റ്റിക്സ്, ടൂറിസം, അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി. ഈ 3 മേഖലകളിൽ, അതായത് ഈ ചീപ്പ് ആൻഡ് ബെസ്റ്റ് കൺട്രികളിൽ വരുന്ന, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ കൺട്രി മോശമാണെന്നല്ല പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി ഫീസ് അഫോർഡബിൾ ആയി വരുന്ന കൺട്രികളെല്ലാം ഒരു 80% അബൌവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. അല്ലെങ്കിൽ തന്നെ വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്, അങ്ങനെയും പറയാം. നമ്മൾ അത്രയും അണ്ടർ ഡെവലപ്ഡ് കൺട്രികളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിക്കും ടൂറിസത്തിനും എപ്പോഴും സ്കോപ്പ് ഉണ്ട്. ചില കൺട്രികളിൽ ഹെൽത്ത് സിസ്റ്റത്തിന് സ്കോപ്പ് ഇല്ല.
നമ്മൾ പോകുന്നതിനേക്കാളും മുന്നേ തന്നെ ഒരു ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ ആസ്പദമാക്കി നമുക്ക് അവിടെ ഒരു കരിയർ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, നമുക്ക് ആ പ്രോഗ്രഷൻ അവിടെ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് ആലോചിക്കാം. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സും തമ്മിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ബന്ധം വേണം. ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ഒരിക്കലും ഒരു പരിഹാരമല്ല, അതൊരു പുതിയ പ്രശ്നത്തിന്റെ തുടക്കമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതൊരു ബുദ്ധിമുട്ടാവുന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഒരിക്കലും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാതെ ജെന്യൂൻ ആയിട്ട്, അത് ജെന്യൂൻ ആയി പോയാലാണ് നമ്മൾ പഠിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫഷൻ നമുക്ക് വാലിഡ് ആയിട്ട് അതിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോളേജ് ഇന്റർവ്യൂ, എംബസി ഇന്റർവ്യൂ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ പഠിച്ചത് എൻ്റയർലി ഡിഫറെന്റ് ഫീൽഡിലാണെന്ന് നോക്കിയാൽ എനിക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയോട് താല്പര്യമുണ്ട്, എനിക്ക് അതിലേക്ക് മൂവ് ചെയ്യണം. നമ്മൾ ഫോർജഡ് ഡോക്യുമെന്റ്സ് വെക്കുന്നതിന് പകരം ജെന്യൂൻ ആയി നമുക്ക് അതിനോട് അത്ര അംബീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കും. അതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ്, വോളണ്ടിയർഷിപ്പ് ഒക്കെ ചെയ്ത് ഇതേപോലെ നിങ്ങൾ എന്താണോ പ്രൊഫഷൻ പോകുന്നത് ആ പോകുന്ന കോഴ്സ് എന്താണെന്നുള്ളൊരു നോളജ് വേണം. ഫീസ് മാത്രമല്ല നമ്മളിതിൽ ഫാക്ടർ. ഫീസ്, പോസ്റ്റ് സ്റ്റഡി, പാർട്ട് ടൈം ജോബ്, ഇതൊക്കെ പഠിക്കുന്ന ടൈമിലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തും എന്നതിനെ കുറിച്ചൊരു ചിന്ത വേണം. അല്ലാതെ നമ്മളൊരു ഫീസ് നോക്കി കോഴ്സ് ഡ്യൂറേഷൻ കുറഞ്ഞു ഏതെങ്കിലും ഒരു ചെറിയ കൺട്രികൾ, ഇപ്പൊ ലോക്കൽ ലാംഗ്വേജ് അറിയാത്തൊരു കൺട്രിയിൽ ചെന്നപ്പെട്ട നമുക്ക് ഇവിടുന്ന് പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അതേപോലെ തിരിച്ചു വരുമ്പോൾ അത് അതേപോലെ ബുദ്ധിമുട്ട് പിടിച്ചൊരു അവസ്ഥയാണ്. അപ്പൊ അതൊരിക്കലും വരാതെ നോക്കുക. ചെല്ലുന്ന കൺട്രികളിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് സ്റ്റഡി ഓവർസീസ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ പണി എനിക്ക് അറിയുന്നതാണോ, എനിക്ക് ഇതിനകത്ത് സ്കില്ല് തെളിയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ജോലിക്കുള്ള സാധ്യതകൾ ആ നാട്ടിലുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ പരമാവധി ഞാൻ പറഞ്ഞല്ലോ, ഞാനും അതിനോട് വളരെയധികം അനുകൂലിക്കുന്നു. പണ്ട് ഹൈ എക്സ്പെൻസീവ് കോഴ്സുകൾക്ക് പോകുന്നതിനോട് നമുക്ക് അത്രയും പഠിക്കാനുള്ള ഇന്റൻഷൻസ് ഉണ്ട്. നമ്മളൊരു PhD എടുക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണം എന്നൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഹൈ ലെവൽ എക്സ്പെൻസീവ് കൺട്രിയിൽ ഹൈ ലെവൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ ഒരു നിങ്ങൾ എന്താ പറയുന്ന പാർട്ട് ടൈം ജോബ്, അതേപോലെ ഒരു ഫ്യൂച്ചർ വിസ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്ത് വേറെ കൺട്രികളിലേക്ക് പോകണം. അപ്പൊ അത്രയും സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രം അതിന് നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ നമ്മൾ ഉള്ളതിൽ അഫോർഡബിൾ, നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന, പരമാവധി നമ്മുടെ പ്രൊഫൈലിനായിട്ട് മാച്ച് ആവുന്ന, നമുക്ക് സക്സസ് ആവാൻ പറ്റുന്ന ഉറപ്പുള്ള പ്രോഗ്രാം ചൂസ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോ തന്നെ ഈ പറയാനുള്ളത് പാരന്റ്സിന്റെ അടുത്താണ്. ഇപ്പോ പാരന്റ്സ് ഇപ്പോ ഒരു പഴയ തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ, പുതിയ തലമുറയിലല്ല പഴയ തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു കൺട്രിനെ കുറിച്ചുള്ള അവയർനെസ് കുറവായിരിക്കും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിങ്ങൾ ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പാരന്റ്സിനും കൂടിയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി റിലേറ്റീവ് ഏതെങ്കിലും ഒരു അബ്രോഡ് കൺട്രിയിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടാവും. വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കുക. ഒരു കൗൺസിലർ പറയുന്ന, ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ പറയുന്നത് മാത്രമല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് എടുത്ത് സ്റ്റഡി ചെയ്യുക അതിന്റെ റിസ്ക് എലമെന്റ്സ്. ഇപ്പൊ കുറെ കൺട്രികളിലെ ഓവർ കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻസ് വരുന്നാലും വിസ റെഫ്യൂസൽസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിസ റെഫ്യൂസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ അത് എൻ്റർ ആയ നമുക്ക് അടുത്ത രാജ്യത്തേക്ക് ഒരു വിസ വെക്കുമ്പോൾ അത് നമ്മളിവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ പരമാവധി വിസ റെഫ്യൂസൽ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുവാണ്. നിങ്ങൾക്കൊരു 70% വിസ റെഫ്യൂസലിന് സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാതിരിക്കാൻ കുറച്ചുകൂടെ നല്ലത്. അല്ല, നമുക്ക് വരാനുള്ള ഒരു നല്ല ഫ്യൂച്ചറിന് നമ്മൾ തെറ്റായ വിസ വെച്ച് റെഫ്യൂസൽ അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒരു വിസ വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വിസ റെഫ്യൂസൽ കാണിക്കുക. 2, പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, ചെന്ന് അവിടെ മാക്സിമം നമ്മൾ ചെല്ലുന്നത് മറ്റൊരു കൺട്രിയിലേക്കാണ്. അപ്പൊ അവിടത്തേതായ പോളിസീസ്, റൂൾസ്, റെഗുലേഷൻസ് പക്കയായി ഫോളോ ചെയ്യുക. ഓവർ സ്റ്റേ പോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ പക്കയായി നല്ല, എന്താ പറയാ, നമ്മൾ ആ ഒരു കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ വൺസ് ഇറ്റ്സ് ഈസി ടു ബ്രേക്ക് എ റൂൾ. പക്ഷെ നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ എൻ്റർ ആവും. അടുത്തൊരു ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് അത് എത്ര വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നിങ്ങളെ അത് ബാധിക്കും. ഒത്തിരി പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് തീരില്ല. അപ്പൊ സ്റ്റഡി ഓവർസീസ് ഇന്ന് ഒരു, എന്താ പറയുന്നത്, ഒരു ട്രെൻഡാണ്,
ഒരു എന്താ പറയുന്നത് വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതേപോലെ തന്നെ അതിന് കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. 4 പ്രൊഡക്റ്റ് ഉള്ളൂ ഒരു കടയിൽ എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് റിവ്യൂ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരേ കടയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരേ പ്രൊഡക്റ്റ് തന്നെ 10 കമ്പനിയുടെ 10 വിലയുടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എപ്പോഴും അനലൈസ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മള് നാട്ടുമ്പുറത്ത് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയാണെങ്കിൽ നമുക്കറിയാം 4 ടൈപ്പ് പ്രൊഡക്റ്റേ ഉള്ളൂ. സോപ്പ് ഉണ്ട് 4 പേര്, 4 നമുക്ക് അറിയുന്നതാണ്. പക്ഷെ നമ്മളൊരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 40 കമ്പനിയുടെ 40 തരം സോപ്പ് ഉണ്ടാവും. 40 തരത്തിലായിരിക്കും അതിന്റെ പരസ്യം. ഇതിൽ ഏതാണെന്നുള്ളത് റെക്ടിഫൈ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും സിമ്പിളായി പറഞ്ഞത് റോങ് ഡിസിഷൻസ് എടുത്ത് പോയി പിന്നീട് ഒരു കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വരുന്ന പല കോളുകളും എനിക്ക് വരാറുണ്ട്. ഞാൻ ആ കാൻഡിഡേറ്റ്സിനായിട്ട് എപ്പോഴും ഒരു റെഗുലർ കോൺടാക്ട് പോസ്റ്റ് ഡിപ്പാർച്ചർ സർവീസസ്, അതായത് അവരുടെ ട്രെയിനിങ്സും കാര്യങ്ങളും കുറെ ഒന്നും പെയ്ഡ് സർവീസസ് അല്ല. ഇതിൽ 90% സർവീസസും ഫ്രീ ആയിട്ട് നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ്സിനായിട്ടുള്ള, ബിക്കോസ് അത് തന്നെയാണ് നമ്മുടെ ബേസിക് നോളജ്. What I have with me is my knowledge that I gathered from my candidates that I wish to share with everyone. കാരണം എന്റെ കഴിവായിട്ട് എനിക്ക് കിട്ടിയ നോളജ് അല്ല ഇത്. പല കാൻഡിഡേറ്റ്സ് പോയ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് അല്ലാതെ വേറെ ഇപ്പൊ എന്താ പറയുന്നത്, ഞാൻ ഇന്ന കൺട്രിയാണ് ബെസ്റ്റ് എന്നും പറഞ്ഞില്ല, ഇന്ന കൺട്രി ബെസ്റ്റ് അല്ലെന്നും പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു. അത് എന്റെ ഡിസിഷൻ മേക്കർ നിങ്ങളാണ്. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഡ്രീം ഈസ് നോട്ട് വാട്ട് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്. ഇറ്റ്സ് ട്രൂ. നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നമായി വേണം നമ്മൾ അതിനെ ചിന്തിക്കാൻ. അല്ലാതെ നമ്മൾ വെറുതെ ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമായിട്ട്, അതുപോലെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ട ഒരു അംബീഷന്റെ മുകളിൽ പോകേണ്ടതല്ല. നിങ്ങളുടെ ജീവിതമാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടെ എടുക്കുന്ന ഡിസിഷൻ. ഇത് പാരന്റ്സിനും കാൻഡിഡേറ്റ്സിനും എനിക്ക് തരാനുള്ള മെസ്സേജാണ്. എന്റെ കോൺടാക്ട് നമ്പർ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ചാർജ് ചെയ്യാതെ ചെയ്യുന്നതാണ്. അതിപ്പോ സപ്പോർട്ട് ചോദിച്ചു വിളിക്കുന്ന എല്ലാവർക്കും എനിക്കറിയാവുന്ന ജെന്യൂൻ ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിയാത്തതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു പറയും. എനിക്കുള്ള റിസ്ക് എലമെന്റ്സ് കുറേയൊക്കെ എനിക്ക് അറിയാൻ പറ്റും. എല്ലാതും അറിയാൻ 100% ഞാൻ എല്ലാം അറിയുന്ന ഒരാളൊന്നുമല്ല. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം. ഒരു റോങ് ഡിസിഷൻ എടുത്ത് റോങ് കരിയറിൽ എത്തിപ്പെടാതിരിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.